ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് വർഷയെ ആദ്യമായി കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ഇഷ്ടപ്പെടുന്ന ആദിക്ക് വിധി വീണ്ടും ഒരു അവസരം കൊടുത്തു. 3 മാസങ്ങൾക്ക് ശേഷം അവൻ ജോയിൻ ചെയ്ത അതേ കോളേജിൽ തന്നെ വർഷയെ വീണ്ടും കണ്ടുമുട്ടി. അങ്ങനെ ഇരുവരും സുഹൃത്തുക്കളാവുകയും ആ സൗഹൃദം പതിയെ പ്രണയമായി മാറുകയും ചെയ്തു. കോളേജ് ലൈഫ് അടിപൊളിയായി ആസ്വദിച്ച് ഇരുവരും മുന്നോട്ടു പോകുമ്പോഴാണ് ആദിയുടെ എടുത്തുചാട്ടവും ദേഷ്യ സ്വഭാവവും അവരുടെ ബന്ധത്തെ തകർത്തത്. ഒരു ചെറിയ വഴക്ക് ഈഗോ കാരണം വലിയ പ്രശ്നമായി മാറി. ഒടുവിൽ രണ്ടുപേരും വേർപിരിയുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആദ്യ ലണ്ടനിൽ ഒരു ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയാണ്. യാദൃശ്ചികമായി വർഷയും അതേ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ആദ്യം പഴയ പിണക്കങ്ങൾ കാരണം അകന്നു നിന്നെങ്കിലും ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടെ അവർ വീണ്ടും അടുത്തു. പഴയ പ്രണയം രണ്ടുപേർക്കുമുണ്ടെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. ഈയിടയ്ക്കാണ് ഇപ്പോൾ എനിക്ക് വർഷയെ സ്നേഹമില്ല എന്ന് അവൻ അവന്റെ കൂട്ടുകാരോട് പറയുന്നത് വർഷ കേട്ടത്. അത് കേട്ട് വേദനിച്ച വർഷ ആദ്യം തന്ന എല്ലാ ഓർമ്മകളും തിരികെ കൊടുത്ത് 6 വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ 6 മിനിറ്റിലെ വഴക്ക് മാത്രമാണ് നീ ഇപ്പോഴും ഓർക്കുന്നത്, നീ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. വർഷ പോയതിനു ശേഷമാണ് ആദിയുടെ അമ്മ ഒരു സത്യം തുറന്നു പറയുന്നത്. ആദ്യ ലണ്ടനിലേക്ക് പോയതിനു ശേഷം വർഷ ഒരിക്കൽ അമ്മയെ കാണാൻ വന്ന് മാപ്പ് പറഞ്ഞിരുന്നുവെന്നും പക്ഷെ അന്ന് മകനെ മാത്രം സംരക്ഷിക്കണമെന്ന ചിന്തയിൽ അവളെ മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും അമ്മ പറയുന്നു. പിന്നീട് 6 വർഷങ്ങൾക്കു ശേഷം വർഷ വീണ്ടും തന്നെ കാണാൻ വന്നെന്നും ഇന്നും ആദ്യം മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും അവനെ തന്നെയാണ് ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞപ്പോൾ അവളുടെ പ്രണയം എത്ര സത്യമായിരുന്നു തനിക്ക് മനസ്സിലായെന്നും അമ്മ പറഞ്ഞു. അതിനുശേഷം അമ്മ ആദിയോടൊരു ചോദ്യം ചോദിക്കുന്നു. നീ പറയുന്നത് പോലെ വർഷയെ നീ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ ഇത്രയും വർഷം നിന്റെ ജീവിതത്തിലേക്ക് വന്ന മറ്റൊരു പെൺകുട്ടിയെ നീ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വർഷയോട് ദേഷ്യം തോന്നിയത് കൊണ്ട് നീ അവളെ അകറ്റി, പക്ഷേ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റാരെയും നീ നിന്റെ ജീവിതത്തിലേക്ക് കയറ്റാതിരുന്നത്. അമ്മ പറഞ്ഞ ഈ വാക്കുകൾ കേട്ടതോടെ താൻ ഇന്നും വർഷയെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ലണ്ടൻ മുഴുവൻ അവളെ അന്വേഷിച്ച് അവൻ ഓടി നടന്നു. പക്ഷെ അവളെ എവിടെയും കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ നിരാശനായി തേംസ് നദിക്കരയിൽ ഇരുന്ന് ഒരു അടയാളമെങ്കിലും കാണിച്ചതാ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടതോടെ അവർ ആദ്യമായി കണ്ടുമുട്ടിയ റെയിൽവേ സ്റ്റേഷൻ ആദിക്ക് ഓർമ്മ വന്നു. അവൻ സ്റ്റേഷനിലോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന വർഷയെ കണ്ടു. അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഞാൻ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വെറുതെ പറഞ്ഞതാണെന്നും 6 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് വെറുപ്പാണെന്ന് പറഞ്ഞതുപോലെ ഇതും ഒരു നുണയായിരുന്നെന്ന് അവനോട് പറയുന്നു. ഇത് കേട്ട് അവൾ അവനോട് ക്ഷമിക്കുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അവർ തമ്മിൽ ഉമ്മ വെക്കുകയും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.